നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തം. വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്ക്. കർഷകന് ചവിട്ടേറ്റത് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകളടച്ച സമരത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്കിലെ 150 റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി. ജനുവരി 27 മുതൽ സമരം ആരംഭിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ നിരന്തരം അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ നീതിയാത്ര. യാത്ര സംഘടിപ്പിച്ചത് വാളയാർ അട്ടപ്പള്ളത്തു നിന്നും കലക്ടറേറ്റ് വരെ. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. പെൺകുട്ടികളുടെ കൊലപാതകം ആത്മഹത്യയാക്കിയ കേരള പോലീസിന്റെ വഴിയെ തന്നെയാണ് CBIയും സഞ്ചരിച്ചതെന്നും വിളയോടി വേണുഗോപാൽ. പട്ടാമ്പിയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക നൽകാത്തതിനെതിരെ UDF പ്രതിഷേധം. പട്ടാമ്പി നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക നഗരസഭ നൽകാനുള്ളത് 70 ലക്ഷം രൂപയാണെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കാട്ടാനയുടെ ചവിട്ടേറ്റ് പ്രദേശവാസിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വാളയാർ സ്വദേശി വിജയൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയനാട്ടിൽ കടുവകൾ മനുഷ്യജീവനെടുക്കുമ്പോൾ പാലക്കാടിനെ പേടിപ്പിക്കുന്നത് കാട്ടാനകളാണ്. PT5 ഉൾപ്പെടെ അപകടകാരികളായ കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിലസുകയാണിപ്പോൾ. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തമാകുമ്പോഴും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ല. കഞ്ചിക്കോട് വാളയാർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം മുതൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. വാളയാറിൽ ശനിയാഴ്ച രാവിലെ ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന നാട്ടുകാരനായ കർഷകനെ ചവിട്ടി പരിക്കേൽപ്പിച്ചു. അത്ഭുതകരമായാണ് പ്രദേശവാസിയായ വിജയൻ രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഇദ്ദേഹം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 മണിയാകുമ്പോൾ ആന ഇതായിട്ട് കോമ്പൗണ്ട് ചളയുന്ന വരുന്നില്ലേ? അവിടെയൊക്കെ പോയി. ഒന്നെണ്ണുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 12 മണിക്ക് 8 അത് ഗാർഡുമാരും പാച്ചറുകളുണ്ട്. അവർ വിളിച്ചപ്പോൾ അവർ വന്ന് ആട്ടി വിട്ടു. ഇവിടുന്ന് അത് ഇവിടെ തന്നെ ഇവിടെ തന്നെ. പിന്നെ 2 മണിയാകുമ്പോൾ ഒരിക്കൽ വന്നു, അവരിനെ വിളിച്ചു, അവരും വന്നു. അവർ ഇവിടെ തന്നെ നിന്നത് ആ സെറ്റിൽ അവിടേക്ക് ഇപ്പം പറ്റുള്ളൂ. അപ്പോൾ ഒരു വണ്ടി പോയില്ലേ, ആ വണ്ടി അവിടെ നിന്ന് കേട്ട് വിളിച്ചപ്പോൾ അവർ വന്നു. പിന്നെ 4 മണിയായപ്പോൾ ഒരു കോമ്പിടിച്ചള്ളിയിൽ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ആന നിൽക്കുന്നു, 3 ഞങ്ങൾ ബാറ്ററി എടുത്തിട്ട് അടിച്ചു നോക്കുമ്പോൾ. കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വിജയനു നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ജനവാസ മേഖലയിൽ തമ്പടിച്ച PT5 ഉൾപ്പെടെ കാട്ടാനകളെ തുരത്താൻ നടപടി വേണമെന്ന് വനപാലകരോട് കർഷകരും നാട്ടുകാരും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാട്ടാനകൾ നശിപ്പിച്ചത്. നടപടിയുണ്ടാകാൻ വന്യജീവി ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്ന സാഹചര്യം അത്യന്തം നിർഭാഗ്യകരമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ നീതിയാത്ര സംഘടിപ്പിച്ചു. വാളയാർ അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിച്ച വാഹനജാഥ കലക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് സമാപനം ഉദ്ഘാടനം ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ പറഞ്ഞു. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകം ആത്മഹത്യയാക്കിയ കേരള പോലീസിന്റെ വഴിയെ തന്നെയാണ് CBIയും സഞ്ചരിച്ചത്. പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയത് മുതൽ കൊലപാതകത്തിലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. പോലീസ് സർജന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പരിസരവാസികളുടെ മൊഴികൾ, ശാസ്ത്രീയ തെളിവുകൾ ഒന്നും പരിശോധിക്കപ്പെട്ടില്ല. കൊലപാതകം ആത്മഹത്യയാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനകത്ത് 9,000-ലധികം പോക്സോ കേസുകളുണ്ടായെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്തിനാണ്? CBIയുടെ വിധേയത്വവും ചോദ്യം ചെയ്യപ്പെടണമെന്നും
വിളയോടി വേണുഗോപാൽ പറഞ്ഞു. ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നവരായി നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് 2017 ജനുവരി 13-ാം തീയതിയും മാർച്ച് 4-ാം തീയതിയും 9-ഉം 11-ഉം വയസ്സായ 2 കുട്ടികളെ നരാധവന്മാർ കാമഭ്രാന്തന്മാർ വളരെ ക്രൂരമായി വേട്ടയാടിയ കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റിയിരിക്കുന്നു കേരള പോലീസ്. അത് തന്നെ ഏറ്റവും വലിയ അനീതിയാണ്. കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റിയിരിക്കുകയാണ് കേരള പോലീസ്. വാളയാർ അട്ടപ്പള്ളത്ത് നിന്ന് ആരംഭിച്ച വാഹനജാഥ കലക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ നാഷണൽ ജനതാദൾ ജനറൽ സെക്രട്ടറി സെനിൻ റോഷി കെ, ഹംസ ചെമ്മാനം, KS ജെയിംസ്, വർഗീസ്, നൌഫിയ നസീർ, വിജയലക്ഷ്മി, വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന വ്യാപകമായി ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങും. സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്കിലെ 150 കടകൾ അടച്ചിടുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. 2 വർഷമായി നിരന്തരം തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും സപ്ലൈ ഓഫീസിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം സൂചന കടയടപ്പ് സമരം നടത്തിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചു. തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്നത്. അതിനെതിരെയാണ് റേഷൻ വ്യാപാരികൾ 27 മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടാൻ നിർബന്ധിതരാകുന്നത്. 2018 നടപ്പാക്കിയ വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധിയിലെ അപാകത പരിഹരിക്കുക, DBT സംവിധാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക, അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക, വെള്ള നീല കാർഡുകളുടെ ഭക്ഷ്യധാന്യ വിഹിതം വർദ്ധിപ്പിക്കുക, ഇ-പോസ് സെർവർ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നൽകുന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപനം. അതേ സംവിധാനത്തെ കേരളം പോലുള്ള സംസ്ഥാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ DBT സംവിധാനം നടപ്പിലാക്കുന്നത് പിൻവലിക്കണം. നമുക്ക് സ്റ്റേറ്റുകൾക്ക് തരുന്ന ക്വാട്ട വർദ്ധിപ്പിക്കണം. അതേപോലെ സംസ്ഥാന സർക്കാർ ഈ റേഷൻ വ്യാപാരികൾക്കുള്ള വേതന വർധനവ് ഉടൻ നടപ്പിലാക്കണം. അത് 2 ചർച്ചകൾ കഴിഞ്ഞു. ധനകാര്യമന്ത്രിയായിട്ടും ചർച്ച നടന്നു, അത് പരാജയപ്പെട്ടു. അതിൻ്റെ മുന്നേ ഭക്ഷ്യമന്ത്രിയായിട്ട് ചർച്ച നടന്നു, അതും പരാജയപ്പെട്ടു. ഇനിയിപ്പോൾ ഇതിലൊരു തീരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി എന്ന ഒരു തീരുമാനത്തിലെത്തണം. അത് എത്രയും പെട്ടെന്ന്. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ചെയർമാൻ MH അബ്ദുൽ നാസീർ, കൺവീനർമാരായ PS സേതുരാജ്, K ഗിരീഷ്, K ജനാർദ്ദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ വയോധിക ദമ്പതികളുടെ വീട്ടുജോലിക്കായി മക്കൾ നിയോഗിച്ച ജോലിക്കാരൻ വയോധികയുടെ ആഭരണങ്ങൾ കവർന്നു. 4.5 പവൻ സ്വർണം കവർന്ന പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടി. ഷൊർണൂർ മുണ്ടായിയിലാണ് സംഭവം. മുണ്ടായിയിൽ താമസിക്കുന്ന 68-കാരനായ ഹക്കീം റാവുത്തറിന്റെ ഭാര്യ 61 വയസ്സുള്ള നബീസയുടെ ഒരു സ്വർണ്ണമാലയും 2 വളകളും ഒരു കമ്മലുമടക്കം 4.5 പവൻ തൂക്കം വരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. വിദേശത്തുള്ള മക്കൾ വീട്ടുജോലിക്കായി നിയോഗിച്ച അതേ നാട്ടുകാരൻ ഉമ്മർ ഖാനാണ് മോഷണം നടത്തിയത്. വയോധിക കട്ടിലിൽ നിന്നും വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോൾ ജീവനക്കാർ ദേഹത്തുള്ള ആഭരണങ്ങൾ അഴിച്ചുമാറ്റാൻ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സമയത്താണ് വയോധികയുടെ യഥാർത്ഥ സ്വർണം മോഷണം പോയതെന്നും ദേഹത്തുള്ളവ മുക്കുമണ്ഡമാണെന്നും ബന്ധുക്കൾ തിരിച്ചറിയുന്നത്. ഉടനെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഷൊർണൂർ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടുജോലിക്കാരനാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. മോഷണം നടത്തിയ ശേഷം സേലത്തെ സഹോദരന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടുകയായിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ V രവികുമാർ, സബ് ഇൻസ്പെക്ടർ M മഹേഷ് കുമാർ, ASIമാരായ കമലം, അനിൽകുമാർ, മറ്റുദ്യോഗസ്ഥരായ റിയാസ്, സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക നൽകാത്തതിനെതിരെ പട്ടാമ്പി നഗരസഭ ഓഫീസിന് മുന്നിൽ UDF പ്രതിഷേധം. പ്രതിഷേധ സമരം കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലി കുടിശ്ശിക ഇനത്തിൽ 70 ലക്ഷം രൂപയാണ് നഗരസഭ നൽകാനുള്ളത്. ഇതിനെതിരെയാണ് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കൂലി കൊടുക്കാൻ കാശില്ലെന്നോ
കൂലി കൊടുക്കാൻ കാശില്ലെന്നോ എന്ത് വരണം അധികാരികളെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ കൂലി കൊടുക്കാൻ കഴിവില്ലെങ്കിൽ രാജിവെക്കൂ പുറത്തു പോകൂ. പ്രതിഷേധ സമരം കൗൺസിലർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. അപമാനകരമായാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളത്. അവർ പൊരി വെയിലത്ത് നിന്നുകൊണ്ട് ആണ് ഈ പണികൾ ചെയ്യുന്നത്. റോഡുകളും എല്ലാ പണിസ്ഥലങ്ങളും അവരെ ശുചീകരിക്കുന്നത്, അവർ വൃത്തിയാക്കുന്നത്, അവരെ ആരോഗ്യം വെച്ച് അവരുടെ പ്രായാധിക്യമുള്ള ആളുകളാണ് പലരും തൊഴിലുറപ്പ് തൊഴിലാളികൾ. നമുക്ക് ഈ നഗരസഭയിൽ ഇരിക്കുന്ന ആളുകൾ ഒരു മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ജീവനക്കാരുടെ സ്ഥിതി? മാസക്കണക്കിൽ കൂലി കൊടുക്കാതെ പാവപ്പെട്ടവർ അവരുടെ ഗതികേട് കൊണ്ട് ചെയ്യുന്ന ഈ തൊഴിലിനെ എത്രമാത്രം നീചമായാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. CA റാസി അധ്യക്ഷത വഹിച്ചു. ഉമ്മർ കിഴായൂർ, CA സാജിദ്, C സംഗീത, K ബഷീർ, V സൈതലവി, അനസ് കൊടലൂർ, മുസ്തഫ, മുനീറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പതിരിപ്പാല, പേരൂർ, വടക്കേക്കാട് പ്രിയദർശിനി PSC കോച്ചിംഗ് സെന്റർ, ട്യൂഷൻ സെന്റർ എന്നിവയുടെ 6ാം വാർഷികാഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. ഒറ്റപ്പാലം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം അവർ ഓരോ കാര്യങ്ങളും ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഈ 6ാം വാർഷികം ഇവിടെ ഇന്നിപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇതിനൊരു നല്ല താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനിത് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. 6ാം വാർഷികം കൂടാതെ അവർ പുതിയ സംരംഭമായ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ക്ലബ്ബ് അവർ രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് ആ ക്ലബ്ബ് ഉദ്ഘാടനം ആ കുട്ടികളെല്ലാം കണ്ടിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷ PP പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് T സുഭദ്ര, KP മണികണ്ഠൻ, ദീപ സുനിൽ, നൌഷിബ, AP രാധ, AP ഗിരിജ എന്നിവർ സംസാരിച്ചു. പേരൂർ ജ്വാല പെൺകൂട്ടം കലാസമിതിയുടെ ഉദ്ഘാടനം PP പാഞ്ചാലി നിർവഹിച്ചു. കലാപരിപാടികളുമുണ്ടായിരുന്നു. വാർഷികത്തോടനുബന്ധിച്ച് വൈകിട്ട് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ സത്യൻ പെരുമ്പറക്കോട്, DCC സെക്രട്ടറി K ശ്രീവത്സൻ, VS ജഗദീഷ്, അജേഷ്, പ്രേമദാസ്, UP രാജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഓൺലൈൻ തട്ടിപ്പിനെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു. ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് സമാപനമായി. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടുകൂടിയാണ് നേർച്ചയ്ക്ക് സമാപനം കുറിച്ചത്. ഒരാഴ്ച നീണ്ടുനിന്ന നേർച്ചയുടെ ദിനരാത്രങ്ങളിൽ സംഘടിപ്പിച്ച ആത്മീയ മജ്ലിസുകളിൽ പ്രഗത്ഭരായ സയ്യിദുമാരും പണ്ഡിതന്മാരും പ്രഭാഷകരും നിരവധി വിശ്വാസികളുമാണ് പങ്കെടുത്തത്. ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്റർ വിദ്യാർത്ഥികളുടെ ഖുർആൻ പാരായണവും ആറ്റൂർ മഹല്ല് ഖത്തീബ് ഉസ്താദ് ഷിഹാബ് ഫൈസി മഞ്ചേരി നേതൃത്വം നൽകിയ മൗലീദ് പാരായണത്തിനും ശേഷം നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് ഷെയ്ഖുന അബ്ദുറസാഖ് മുസ്ലിയാർ നേതൃത്വം നൽകി. ഹംസ ബാഖവി, A അഷറഫ് ദാരിമി, മുഹമ്മദ് റഷീദ് സഖാഫി, TH ഉമർ ദാരിമി, അഷറഫ് മൗലവി കാർലിമുക്ക്, മുനീർ ഉസ്താദ് കുറ്റുംപുറം തുടങ്ങി വാഴക്കോട് മഹല്ല് ഭാരവാഹികളും പൗരപ്രമുഖരും പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ആരംഭിച്ച അന്നദാനം സ്വീകരിക്കുന്നതിനു വേണ്ടി ജാതിമത ഭേദമന്യേ ആയിരങ്ങളാണ് ജാറത്തിലെത്തിയത്. വാഴക്കോട് ജാറം പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി യുവാക്കളുടെ പ്രയത്നഫലമായാണ് ഒരാഴ്ച നീണ്ടുനിന്ന ഈ വർഷത്തെ ആണ്ട് നേർച്ചയുടെ വിജയം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അകത്തേത്തറ ശബരി ആശ്രമത്തിൽ സ്ഥാപിച്ച ഗാന്ധി മ്യൂസിയം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 30 നടക്കും.
വി.കെ. ശ്രീകണ്ഠൻ MP കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഹരിജൻ സേവക് സംഘ് ജനറൽ സെക്രട്ടറി M.N. ഗോപാലകൃഷ്ണ പണിക്കർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മ്യൂസിയം സ്ഥാപിച്ചത്. 1923 സ്വാതന്ത്ര്യസമര സേനാനിയും ഹരിജൻ നവോത്ഥാന നായകനുമായ കൃഷ്ണസ്വാമി ശബരി ആശ്രമം സ്ഥാപിക്കുന്നത്. 3 വട്ടം മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ ശബരി ആശ്രമം കേരളത്തിലെ സബർമതിയായാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിലെ ശബരി ആശ്രമത്തിൻ്റെ ഇടപെടൽ തുടങ്ങിയവ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. ആധുനിക സംവിധാനങ്ങളോടെയാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യമായി അറസ്റ്റ് വരിച്ച ബ്രാഹ്മണ സ്ത്രീയായ കൃഷ്ണസ്വാമി അയ്യരുടെ പത്നി ഈശ്വരമ്മാളുടെ സ്മരണാർത്ഥം ആശ്രമത്തിൽ ലൈബ്രറിയും ഒരുക്കും. വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ നിരവധി സമരങ്ങളിൽ പങ്കാളിയായിരുന്ന ഈശ്വരമ്മാൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു. ഇവരുടെ പോരാട്ടം പുനർവായനയ്ക്കായി സജ്ജമാക്കുകയാണെന്നും M.N. ഗോപാലകൃഷ്ണ പണിക്കർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു രംഗം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള TR കൃഷ്ണസ്വാമിയുടെ സഹധർമ്മിണി ഈശ്വരി അമ്മാളിന്റെ പേരിൽ ഒരു ഗ്രന്ഥശാലയും ഞങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. അത് അടുത്ത മാസം ആരംഭിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈശ്വരി അമ്മാളിനെ എല്ലാവരും വിസ്മരിച്ചു പോയ ഒരു കഥാപാത്രമാണ്. കേരളത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യ സമര രംഗത്ത് അറസ്റ്റ് വരിച്ച ആദ്യത്തെ ബ്രാഹ്മണ യുവതിയാണ് ഈശ്വരി അമ്മാൾ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പാലക്കാട് നിന്നും 15 ഹരിജൻ കുട്ടികളുമായി അവിടെ എത്തുകയും വൈക്കത്ത് വെച്ച് അറസ്റ്റ് വരികയും ചെയ്ത മഹതിയാണ് ശ്രീമതി ഈശ്വരി അമ്മാൾ. ആ ഈശ്വരി അമ്മാളിന് അദ്ദേഹം ഈ കൃഷ്ണസ്വാമിയുടെ നിര്യാണത്തെ തുടർന്ന് 10 വർഷത്തോളം ശബരിയാശ്രമം നടത്തിക്കൊണ്ടുപോയി. പിന്നീട് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റുള്ളതുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം 1948 ഈശ്വരി അമ്മാൾ കോയമ്പത്തൂർക്ക് പോവുകയും കോയമ്പത്തൂരാണ് അവർ അവസാന കാലം വരെ താമസിക്കുകയും ചെയ്തിട്ടുള്ളത്. ഹരിജൻ സേവക് സംഘ് ഭാരവാഹികളായ ഡോക്ടർ ജേക്കബ് വടക്കുംചേരി, KC രാജു, T ദേവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പും ജലപരിശോധനയും സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റും കോഴിക്കോട് മൈക്രോ ഹെൽത്ത് ലാബും സംയുക്തമായാണ് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് ആരോഗ്യ പരിശോധന നടത്തി ഹെൽത്ത് കാർഡ് എടുത്തുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി ശനിയാഴ്ച ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൂടാതെ ജലപരിശോധനയും ഉണ്ടായിരുന്നു. പട്ടാമ്പി GMLP സ്കൂളിൽ നടന്ന ഹെൽത്ത് ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി നിർവഹിച്ചു. എല്ലാ ലൈസൻസുകളും എല്ലാ നിയമങ്ങളും പാലിച്ച് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ നിരവധി കടകൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അസോസിയേഷന്റെ ഒരു അനുവാദമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൂടി നൽകി കഴിഞ്ഞാൽ ഇന്നും പിന്നെ അതിന്റെ ഒരു ശുപാർശ ഉണ്ടാവരുത് എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. റിയാസ് പട്ടാമ്പി, മോഹൻദാസ്, വെങ്കിടാചലം, സ്വാമിനാഥൻ, സുബൈർ പട്ടാമ്പി, ഷാഹിറ തുടങ്ങിയവർ സംസാരിച്ചു. HI സ്വാമിനാഥൻ ഹെൽത്ത് കാർഡ് വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് KSSPU കേരളശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാത്രമല്ല, സമൂഹത്തിൽ നാം ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ സംഘടനാ റിപ്പോർട്ട് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ നമ്മൾ നേടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ
ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, നാളെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതിനിടയിൽ വരുന്ന മാർഗതടസ്സങ്ങൾ, ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന രൂപീകരണം നടന്നത് 1956-ലാണ്. 56-ൽ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, 3 ഭരണ സംവിധാനങ്ങളുടെ കീഴിലായിരുന്ന ജനങ്ങളെയും ജീവനക്കാരെയും പെൻഷൻകാരെയുമാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിലാക്കിയത്. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. വി പാറുകുട്ടി അനുശോചന പ്രമേയവും കെ കെ രാമൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും കെ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ സി ബാലൻ, പി ഡി രവീന്ദ്രൻ നായർ, സി കൃഷ്ണദാസ്, എ സരസ്വതി, എം ശിവശങ്കരൻ, എ അബ്ദുൾ അസീസ്, കെ നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ടി ജി ശ്രീവത്സൻ സ്വാഗതവും ടി കെ ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. AI-ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണം എതിർക്കപ്പെട്ടതിനു സമാനമെന്ന് AI ക്ലബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് രാമചന്ദ്രൻ പ്ലാക്കൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിനായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നത് സംബന്ധിച്ച് ശക്തമായ പ്രചരണം നടത്തുമെന്നും AI ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തത് രാജ്യത്തെ വികസനത്തെ പിറകോട്ട് നയിച്ചിരുന്നു. സമാനമായ വിമർശനമാണ് ഇപ്പോൾ AI-ക്കെതിരെയും ഉയരുന്നത്. AI വരുന്നതിലൂടെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന പ്രചരണങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ്. AI-യെ ഏത് രീതിയിൽ സ്വീകരിക്കണമെന്നും ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നതും സംബന്ധിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നടത്തുമെന്ന് AI ക്ലബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് രാമചന്ദ്രൻ പാക്കൽ പറഞ്ഞു. സാധാരണക്കാർക്ക് AI ഉപയോഗം സംബന്ധിച്ചും പ്രൊഫഷണൽ ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രീതിയിൽ ഉപയോഗിക്കാനുള്ള അറിവിന് വലിയ സാങ്കേതിക ജ്ഞാനമൊന്നും ആവശ്യമില്ല. അതായത് ഇതൊരു കോമൺ മാൻസ് ടൂളാണ്. അപ്പൊ ഈ വിഷയം അറിയുന്നവരും അറിയാത്തവരും എന്ന് പറയുമ്പോൾ തന്നെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കമ്പ്യൂട്ടർ വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു തൊഴിലില്ലായ്മയുടെ പ്രശ്നം. ഇവിടെയും പറയുന്നത് AI വരുന്നതോടുകൂടെ എല്ലാവരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് തെറ്റായ പ്രചരണമാണ്. പലപ്പോഴും ടെക്നോളജിയെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തവര് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയാൻ ശ്രമിക്കാത്തവര് ഈ ടെക്നോളജിയുടെ വരവിനെ പലപ്പോഴും എതിർക്കും. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെക്നോളജി ഈ പറയുന്നവര് സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്. ഭരണാധികാരികളോ അല്ലെങ്കിൽ ഉയർന്ന സമൂഹത്തിൽ മൂവ് ചെയ്യുന്നവരോ ആണെങ്കിൽ സാധാരണക്കാർക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ അംഗീകരിച്ചേ പോകാൻ പറ്റുള്ളൂ. അവർ പറയുന്ന പോലെ ആയിരിക്കും രാജ്യം നിന്നുക. അങ്ങനെയാണ് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ജോലി ഒരു തരത്തിലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു തരത്തിലുള്ള ജോലി മറ്റൊരു തരത്തിലായി മാറും. പിന്നെ 10 ജോലി ചെയ്യുന്നവിടെ ഒരു ജോലി കൊണ്ട് കാര്യമാവും, പക്ഷേ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. സെക്രട്ടറി MK രമേഷ് വേണുഗോപാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തം. വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്ക്. കർഷകന് ചവിട്ടേറ്റത് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ കടകളടച്ച സമരത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ഒറ്റപ്പാലം താലൂക്കിലെ 150 റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി. ജനുവരി 27 മുതൽ സമരം ആരംഭിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ നിരന്തരം അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ. വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ നീതിയാത്ര. യാത്ര സംഘടിപ്പിച്ചത് വാളയാർ അട്ടപ്പള്ളത്തു നിന്നും കലക്ടറേറ്റ് വരെ. ഇരകൾക്ക് നീതി നിഷേധിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. പെൺകുട്ടികളുടെ കൊലപാതകം ആത്മഹത്യയാക്കിയ കേരള പോലീസിന്റെ വഴിയെ തന്നെയാണ് CBIയും സഞ്ചരിച്ചതെന്നും വിളയോടി വേണുഗോപാൽ. പട്ടാമ്പിയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക നൽകാത്തതിനെതിരെ UDF പ്രതിഷേധം. പട്ടാമ്പി നഗരസഭ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് UDF
പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക നഗരസഭ നൽകാനുള്ളത് 70 ലക്ഷം രൂപയാണെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.